എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല വേനലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത മഴക്ക് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മാമ്പൂവിൻ്റെ മാങ്ങ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിപ്പോൾ ഏതിനാണെങ്കിലും ഇപ്പോൾ വൈദ്യുതിമൊക്കെ പൂക്കണുണ്ടോ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിൽ കഴിഞ്ഞു. അത്യാവശ്യം നന്നായിട്ട് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും റംബുട്ടാൻ പ്രാവശ്യം പൂത്തിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ മാർച്ചിൽ എന്തായാലും പൂക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അത് സബ്സ്ക്രൈബ് ചെയ്തോളുണ്ടോ, കമൻറ്റും ഇതൊക്കെ അതിൻ്റെ മട്ടം പോലെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഇപ്പം മാവാണെങ്കിൽ ഇപ്പം ഇനി ചെയ്യേണ്ടത് മഴ പെയ്യുമ്പോഴേക്ക് നമുക്ക് ഫസ്റ്റ് മഴക്കാലം തുടങ്ങുന്ന മുന്നേ നമുക്ക് ഇനി മണ്ണിൽ കുമ്മായം ചേർക്കണം. അതിന് ഇപ്പോൾ അടിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ആക്കി ലെവലാക്കിയിട്ട് പോവാം. ഒന്ന് രണ്ടെണ്ണമൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പം ശരിയാക്കിയാൽ മതി. കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പം തന്നെ ക്ലിയർ ആക്കിയിട്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ആ സമയത്ത് ഒന്നിച്ച് ഒരേപോലെ കുമ്മായം ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരേമാതിരി വളം കൊടുക്കണ്ടേ, അപ്പോൾ ആ സമയത്ത് അതേ പറ്റുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം കുറേശ്ശെയായിട്ട്. പിന്നെ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ ചെറിയ തൈകൾക്ക് നനച്ചു കൊടുക്കുക. ഇതുപോലെ വലിയ തൈകൾക്കൊന്നും നനക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇപ്പോൾ കന്നിക്കായാണ് നമ്മളെ വിയറ്റ്നാം സൂപ്പർ എയർലി. അപ്പോൾ നിങ്ങൾ 150 തൈ വെച്ചാലും 200 തൈ വെച്ചാലും ഒക്കെ 2 വർഷത്തിനുള്ളിൽ കായ്ച്ചു. അത് നല്ലത് കുറച്ചും കൂടി നല്ല വലിയ തൈ വെക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെറുത് വാങ്ങി വെക്കാതെ അപ്പത്തെ ഒരു സാമ്പത്തിക ലാഭം നോക്കാതെ മീഡിയം ആയിട്ടുള്ള ഒരു തൈ വാങ്ങി വെക്കുക. പിന്നെ പച്ചക്കറികളാണെങ്കിലും നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കരിയില ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാകുന്ന കരിയിലൊക്കെ മാക്സിമം എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ഈ നമ്മൾ ചട്ടിയിൽ ഈ ഇടുന്ന സമയത്ത് മണ്ണൊരുക്കി ഇടുന്ന സമയത്ത് ഒരു 3 പൊടി നന്നായിട്ട് കരിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കായ പിടിക്കും. അത് ഞാൻ ശരിയാകുമ്പോൾ നമ്മളെ മുളകിൻ്റെ ടിക്ടോക്കിലൊക്കെ ഇട്ടിരുന്ന മുളകിൻ്റെ വീഡിയോ, അതിലൊക്കെ ചട്ടിയിലിട്ടിലൊക്കെ കരിയിലിട്ട വളരെ നല്ലതാണ്. അപ്പം നമ്മളെ കശുമാവ് ഒക്കെ പൂത്ത് കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോമ്പിനായിരിക്കും മിക്കവാറും ഇതൊക്കെ ആവുക. അപ്പോൾ നോമ്പ് തുടങ്ങിയില്ലേ. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് രോഗം വരുന്നതാണ് ഇപ്പം നമ്മൾ നോക്കേണ്ടത്. ഈ കശുമാവിനെ ബാധിക്കുന്നത് കാര്യമായിട്ടും തേയിലക്കൊഴുകാണ്. അതിൻ്റെ ട്രീറ്റ് ചെയ്യണം. കശുമാവ് ഇപ്പോൾ ആരും കാര്യമായിട്ട് അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചിലപ്പോൾ 1-2 ഒക്കെ വെക്കണം എന്നിട്ട് ഞാൻ പറയാം. ഇപ്പോൾ കശുമാങ്ങയൊക്കെ കുട്ടികൾക്കൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ കൊക്കോ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ്. നമ്മളിവിടെ എല്ലാം വെച്ച കൂട്ടത്തിൽ ഒരു പ്ലാന്റ് വെച്ചു എന്നുള്ളൂ. അതിനിപ്പോൾ ആണും പെണ്ണും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കായ്ച്ചോളും. അപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും ഇപ്പോൾ റംബുട്ടാനാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെയിലടിച്ചിട്ട് 2 കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഇലകൾ കരിയും. ഇതിൻ്റെ സൈഡ് ഇങ്ങനെ 2 സൈഡും കരിഞ്ഞ് വരികയാണെങ്കിൽ അത് അതിൻ്റെ മൈക്രോന്യൂട്രീഷൻ്റെ അല്ലെങ്കിൽ മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ വെയിലടിച്ചാൽ ഇപ്പോൾ നല്ല തെക്കൻ വെയിൽ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ വെയിലടിച്ചാലും ഇത് പൊള്ളും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുരുമുളക് വള്ളിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ വടക്ക് വശത്ത് മരത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ തെക്കൻ വെയിൽ ഡയറക്റ്റ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ തേനീച്ചക്കൂടാണ് നമ്മളിത് നമ്മൾ ഉണ്ടാക്കണമല്ല കേട്ടോ. അത് അവർ വന്നിക്കണം ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത്. ആളുകൾ നടക്കുന്ന വഴിയിലാണെങ്കിൽ അവരപ്പം തന്നെ നമ്മൾ അവിടുന്ന് മാറ്റും. ഉള്ളിലൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്കൊന്നും ആൾക്കാരും കുട്ടികളും പോവാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, അവരവിടെ നിന്നോളും. തേനായി കഴിഞ്ഞാൽ തേങ്ങ എടുക്കുക. നമ്മളിനി ഭാവിയിൽ ഒരു പെട്ടികൾ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും പിന്നെ അവർക്ക് പെട്ടി വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് നിന്നോളും. നമ്മളെ പോളിനേഷനും കാര്യങ്ങളൊക്കെ അവരുണ്ടാവുകൊണ്ട് അതൊന്നൊരു ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോയിക്കോളും. അപ്പോൾ വലിയ ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. തേനീച്ച കൂടുകൾ നമുക്ക് 2 ഉപകാരം കിട്ടും. ഇത് കൊമ്പൻചെല്ലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിലൊക്കെ കവിളിലൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തേനീച്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പൂക്കാനും കായ്ക്കാനുള്ള ഒരു പ്രശ്നം നമുക്ക് വരില്ല. കായ് കൊഴിഞ്ഞു പോകണതും കായ് പിടിക്കാനുള്ളത് നമ്മൾ നോക്കിയാൽ മതി. ബാക്കി പോളിനേഷനൊക്കെ അവർ നോക്കിക്കോളും. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്ന കായ്ച്ചക്കനിയാണ് കേട്ടത്, കായ്ച്ചക്കനി. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം ഈച്ചകൾ നമ്മളെ പിന്നെ മാവിനെ ആക്രമിക്കുന്ന കീടങ്ങൾ ധാരാളം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പൂക്കുമ്പോൾ ഇത് ഇനിയിപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം. ഇനി അടുത്ത പ്രാവശ്യം കേക്ക് അതിനുള്ളിൽ ന്യൂ കേക്ക് അല്ല പിന്നെ
ഇവരെ ആകർഷിക്കുന്ന ഒരു കേക്കാണ് അതിൻ്റെ ഉള്ളിലിടുക. അത് മാത്രമേ നമുക്ക് മാറ്റി കൊടുത്താൽ മതി. ഇത് നമ്മളെ മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല സൈസുള്ള വലിയ മാങ്ങ ഇക്കാരം. പക്ഷേ മറ്റേതിൻ്റെ മാതിരി കൊലകൊലായിട്ട് ഉള്ളായിട്ട് കാഴ്ചയില്ല എന്ന് മാത്രം. ഉള്ള മാങ്ങ നല്ല സൈസ് ഉണ്ടാവും. അതുകൊണ്ട് എത്രമാനം ഈച്ചകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ വന്ന് ഈ മാങ്ങമ്മ കുത്തും, അല്ലെങ്കിൽ അതിൽ മുട്ടിട്ടിട്ട് പോവും. പിന്നീട് അത് വലുതായി മാങ്ങ പഴുക്കണ സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പുഴുവായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. അപ്പോൾ അതുവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റൂല. ഇനി അങ്ങനെ പുഴു ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മൂത്ത സമയത്ത് തന്നെ മാങ്ങ അറുത്തിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കുറച്ചുകൂടെ പച്ചവെള്ളം മിക്സ് ചെയ്ത് ഒരു മീഡിയം ലെവലിൽ വലിയ ചൂടില്ലാതെ വെച്ചതിന് ശേഷം അതിൽ ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, അതെടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങ് പഴുപ്പിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ആ പുഴുവിൻ്റെ ശല്യം മാറിക്കിട്ടും. പുഴു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കാഴ്ച നമുക്ക് പറയാൻ പറ്റില്ല. ചില മാങ്ങയിൽ എത്ര ശ്രദ്ധിച്ചാലും പുഴു വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ വെള്ളം ചൂടാക്കിയിട്ട് വേണമെങ്കിൽ എൻ്റെ ഒരു ഉപ്പിട്ടാൽ മതി, കല്ലുപ്പിട്ടാൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ ചൂടുകളൊക്കെ ഒരു നടക്കുന്നത് നേരാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ വെയിലടിക്കാത്തടത്തൊക്കെ. നന്നായി വെയിലടിക്കുന്ന വിലയാണെങ്കിൽ ഇപ്പോൾ ചപ്പിട്ടിട്ട് അടങ്ങാൻ വെക്കും, പിന്നെ പുതുമഴ ഇതിന് ശേഷം എടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും നന്നായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പുകച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പിന്നെ കായ്ച്ചക്കണി എല്ലായിടത്തും വെച്ചിട്ടില്ലെങ്കിലും പരമാവധി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ആളുകൾ പിന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് മാങ്ങ കൊഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മാങ്ങ കുറേ കൊഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരാകുക. മാവ് പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ സെപ്റ്റംബർ ഒക്ടോബറിൽ തന്നെ നമ്മളിതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങണം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, മുന്നിക്കാവില്ല. പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊക്കെ ഡിസംബർ ഒക്കെ ആകുമ്പോഴൊക്കെ ചിലത് പൂക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയ കമ്പുണ്ടെങ്കിൽ കൃത്യമായിട്ട് മുറിച്ച് മാറ്റി അതൊക്കെ ചെയ്താൽ മതി. നമ്മളെ പ്ലാവും തന്നെ എല്ലാതും നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഈ മുള്ളുകൾ നന്നായിട്ട് അകന്നിട്ടുണ്ടെങ്കിൽ മൂത്തിട്ടുണ്ടാവും. പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലി ആണെങ്കിൽ നമ്മൾ ഒന്ന് പൂത്ത നല്ല സ്മെല്ലുണ്ടാവും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂത്തത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് മുള്ള് അകന്ന് നിൽക്കുന്നത് നോക്കിയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് പഴുപ്പിക്കാം. നന്നായിട്ട് പഴുത്തതിന് ശേഷം മുറിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ പ്ലാവുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫംഗസ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ചെറിയ കറുത്ത കുത്ത് വരും, അതിങ്ങനെ വലുതാവും. അപ്പോൾ അതിന് സാഫ് അടിച്ചു കൊടുക്കുക. ഇനി വേറെ എന്തെങ്കിലും ഇതിൻ്റെ കാണിച്ചു കൊടുത്താൽ നമുക്ക് വളക്കടയിൽ പറഞ്ഞാൽ മരുന്ന് കിട്ടും. ഒന്നാമത് പിന്നെ കൂടുതൽ ചക്ക നിർത്താതിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളിവിടെ തൈകളുടെ വിൽപ്പന ഉണ്ടാവുകൊണ്ട് ഷോക്കും വേണ്ടി നിർത്തിയാണ്. പിന്നെ തെങ്ങിൻ്റെ കാര്യം, തെങ്ങിപ്പോൾ എൻ്റെ ഒരു കറുത്ത ഉള്ളി അതും ഒരു ഫംഗസാണ്, അതിനെ നിയന്ത്രിക്കേണ്ടതാണ്, അതിനും മരുന്ന് അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് നമ്മളെ ഗംഗാബോണ്ടാണ്, പക്ഷെ ഇത് അതിൻ്റെ ഒരു ഫംഗസിൻ്റെ ആരംഭമാണ്. അപ്പോൾ അതിന് മരുന്ന് കുടിച്ച് ട്രീറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടുതലാകും. പലതും ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ കറുത്ത കുത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ സാധാ പഴയ നമ്മളെ ചതുരപ്പുളി മാതിരി പുളി ഉണ്ടാവില്ല. ഇത് സ്വീറ്റാണ്, മധുരമുള്ളതാണ്. എത്ര പച്ച നേരെ കടിച്ച് കാണിച്ച് തിന്നാലും ഒരു തരത്തിലുള്ള പുളി ഉണ്ടാവില്ല. അച്ചാറിടാനാണെങ്കിൽ നേരെ കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല സാധനമാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന നമ്മൾ ഹൈബ്രിഡ് പിന്നെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല ഫ്രൂട്ടായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മൾ ചെമ്പോട്ടിക്കാമ ഇത് നമ്മൾ 2.5 വർഷമാണ്, റെഡ് ഹൈബ്രിഡാണ്. പ്രാവശ്യം നന്നായി കഴിഞ്ഞ പ്രാവശ്യം 1-2 ഉണ്ടായിരുന്നു, പ്രാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തയ്യ നമ്മളെടുത്തുണ്ട്. പിന്നെ ഇത് നല്ല വിലയുള്ള തയ്യാവുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്നില്ല. അതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ട്. നമ്മൾ സാധാ മുന്തിരിൻ്റെ ടേസ്റ്റ് തന്നെ, കറക്റ്റ് മുന്തിരിൻ്റെ ടേസ്റ്റ് തന്നെ. അത്യാവശ്യം വലിയൊരു കയറിങ് ഇല്ലെങ്കിലും നമുക്ക് ഒരു മീഡിയം നോട്ടം നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്രൂട്ട് കിട്ടും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുന്തിരിമാതിരി തന്നെ നമുക്ക് നെക്കിയൊക്കെ അറിയാം വെറുതെ. അല്ലാന്നുണ്ടെങ്കിൽ പക്ഷികളെ തീരുമാനമാക്കും പെട്ടെന്ന് തന്നെ. അത് നോക്കിയാൽ മതി. പിന്നെ തെങ്ങുകളൊക്കെ നമുക്ക് എല്ലാവരും നനക്കല്ല, ചെറിയ തൈകളൊക്കെ നനക്കും. ഒരു 2 വർഷത്തിന് മേലൊക്കെ തൈകൾ നമ്മൾ നനക്കലില്ല. അത് പ്ലാവാണെങ്കിലും മാവാണെങ്കിലും തെങ്ങാണെങ്കിലും ഒക്കെ. കാരണം എല്ലാവരും കൂടി നനക്കാനുള്ള വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടാണ്. നനക്കാൻ സൗകര്യമുള്ളവർ നനക്കണം. ചുരുങ്ങിയത് നമുക്കൊരു പിന്നെ 100 ലിറ്റർ വെള്ളമെങ്കിലും നല്ലൊരു ഇതിന് വേണമെന്നാണ് തെങ്ങിന്. 5 വർഷമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ 100 ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് വേണം ഒരു തെങ്ങിന്. 150 എന്നൊക്കെ പറയുമെങ്കിലും അതെങ്കിലും നമുക്ക് കൊടുക്കണം. ഇപ്പോൾ വട്ട മഞ്ഞളിപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൊടുക്കണം. നമ്മളെ മാവ് പിടിച്ച് ചെറിയ മാങ്ങയാണ്, ചെറിയ മാവാണ്. നമ്മൾ പിന്നെ ഈ മാവൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ടുള്ളൂ. ഇതൊക്കെ ആദ്യം വെച്ചത് പോയിൽ നമ്മൾ കുമ്മായക്കെട്ട് ലെവലാക്കിയിട്ട് 2ാമത് വെച്ചതാണ്. എന്തായാലും പ്രാവശ്യം നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്.
അപ്പോൾ പിന്നെ നമ്മൾ ഏകദേശം ഒരു 10-15-20 വെറൈറ്റി മാവുകൾ നമ്മളിതിൽ വെച്ചിട്ടുണ്ട്. പാർക്ക് സന്ദർശിക്കുന്ന ആൾക്കാർ പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ളതും പിന്നെ സ്വിമ്മിംഗ് പൂളും താമസ സൗകര്യവും എല്ലാ സംഭവവും ഉണ്ട്. പക്ഷെ പല ആളുകളും പിന്നെ നമ്മളെ അടുത്ത് വിളിച്ചിട്ട് നമ്മളെ തോട്ടത്തിനെ പരിചയപ്പെടാൻ വേണ്ടി പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അതായത് ഇതിലുള്ള പ്ലാന്റുകൾ അതിനെ മനസ്സിലാക്കാനും ഇതിപ്പോൾ നമ്മൾ കാഴ്ച നിൽക്കണ കണ്ടാലേ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് എന്നയുടെ കാഴ്ചയും കൊണ്ടുപോയി വെക്കാന്നുള്ളത്. മറ്റേത് പലതും എന്ത് സംഭവം വിചാരിച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേഴ്സറിയിൽ ഇരിക്കുമ്പോൾ കായ ഉണ്ടാവും, പിന്നെ കായ ഉണ്ടാവില്ല. ഇപ്പം ഇന്നലെ ഇപ്പോൾ ഞാൻ പിന്നെ നമ്മൾ കൊടുത്തൊരു ഇന്ത്യൻ മുസംബിൻ്റെ നോക്കാൻ പോയി, നമ്മൾ വെച്ച് കൊടുത്തത് നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറ് ചുവപ്പാവില്ല, പക്ഷെ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഏതായാലും നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അത്യാവശ്യം വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നോമ്പായി ചീര ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എഴുതി വിട്ടുകളുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു തരും. പിന്നെ കഴിയുമെങ്കിൽ നല്ല പ്ലാന്റുകൾ നോക്കിയിട്ട് നമ്മുടെ സപ്പോർട്ടിക് ആയിട്ടുള്ള അതായത് കാഴ്ച ട്രോപ്പിക്കലായിട്ടുള്ള പ്ലാന്റുകൾ വെക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപകാരത്തിൽ പെടും. ചിലത് ഒരു പരിചയമില്ലാത്ത നമുക്ക് കേട്ടുകൾക്ക് മാത്രമുള്ള തൈകൾ വെക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.